പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു നിമിഷം ഇരിക്കാം. നല്ല ചൂടാണ്, വിയർക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും തിരുനാളിൻ്റെ കരുണപ്രവാഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുമ്പോൾ ആ ചൂടെല്ലാം തണുപ്പായി, പരിശുദ്ധാത്മ തണുപ്പായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മൾ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായിട്ട് ഈ തിരുനാൾ ഏറ്റവും വലിയ ഒരു ഒരുക്കത്തോടുകൂടെ ധാരാളം ആളുകളെ കൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കണമെന്ന് വിചാരിച്ചു. കാരണം ഇത് നമ്മുടെ കർത്താവിൻ്റെ 25ാമത്തെ ജൂബിലിയാണ്. യേശുക്രിസ്തു ജയന്തി 2025. ചിലരെ യേശുക്രിസ്തു ജയന്തി എന്ന് പറയുന്നു, ജൂബിലി 2025 എന്ന് പറയുന്നു. രണ്ടും ശരി തന്നെയാണ്. ഈ ജൂബിലി സംബന്ധിച്ച് നമ്മൾ ഈ തിരുനാളിൽ നാം ഓർക്കുന്നത് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സ്നേഹത്തെയും അനന്തമായ കരുണയും ഓർത്താണ്. ഇത് മിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി. നമ്മുടെ കർത്താവ് യേശു മിശിഹ തൻ്റെ വെളിപാടുകൾ മിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക്, പോളണ്ടിലെ കന്യാസ്യ ഫൗസ്റ്റീന കൊവാൾസ്ക എന്ന കന്യാസ്യക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. വെളിപ്പെടുത്തിയതും തെറ്റേതായ വിചിന്തനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ ഡിവൈൻ മെർസിയിലെ ഡയറി. ഇതിൽ ഞാൻ കഴിഞ്ഞ പറഞ്ഞതുപോലെ 1828 ഖണ്ഡികകളുണ്ട്. ഇതിൽ 1273ാമത്തെ ഖണ്ഡിക. അതിൽ പറയുന്നത് 1273. എൻ്റെ മകളെ, എൻ്റെ കരുണയെക്കുറിച്ച് ആവശ്യത്തിന് എഴുതിയെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? മഹാസമുദ്രത്തിലെ ഒരു തുള്ളി ജലത്തിന് തുല്യമത്രേ നീ ഇതുവരെ എഴുതിയിട്ടുള്ളത്. മഹാസമുദ്രത്തിലെ ഒരു തുള്ളി മാത്രം അതുപോലെയാണ് നീ എൻ്റെ കരുണയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. ഞാൻ സ്നേഹവും കരുണയും മാത്രമാണ്. ഐ ആം mercy and love and nothing but mercy and love. ഞാൻ സ്നേഹവും കരുണയുമാണ് മാത്രമാണ്. ഒരു കഷ്ടതയും എൻ്റെ കരുണയോളം എത്തുകയില്ല. നീ പാപം ചെയ്തോ, പാപിയാണോ, ദുഷ്ടനാണോ, നിന്റെ ഒന്നും എൻ്റെ കരുണയോളം എത്തുകയില്ല. അതെല്ലാം പൊടി പോലെ, ചാമ്പൽ പോലെ, അല്ലെങ്കിൽ വൈക്കോൽ ഒരു തീ കൊണ്ട് തീട്ടതുപോലെ കരിഞ്ഞു പോകും. അതിന് തളർത്തിയില്ല എൻ്റെ കരുണത്തിൽ. കാരണം എൻ്റെ കരുണ നൽകും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കരുണയിൽ പൂർണ്ണമായും ശരണം വയ്ക്കുന്ന ആത്മാക്കൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. എൻ്റെ കരുണയിൽ പൂർണ്ണമായി ശരണം വയ്ക്കുന്ന ആത്മാക്കൾ ഭാഗ്യവാന്മാരാണ്. ഞാൻ തന്നെ അവരെ പരിപാലിക്കും. കർത്താവ് നമ്മളെ പരിപാലിക്കും. ഏറ്റവും മഹാഭാഗ്യമായി നമ്മളെ കർത്താവ് പരിപാലിക്കും. എന്താണ് ഈ കരുണ? 1200 നീതിമാന്മാരോട് എന്നതിനേക്കാൾ 1200 ഡയറി നമ്പർ 1275. നീതിമാന്മാരോട് എന്നതിനേക്കാൾ പാപികളോട് കൂടുതൽ കാരുണ്യം പ്രദർശിപ്പിക്കും. അവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ രക്തം ചിന്തിയത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ കുരിശിൽ മരിച്ചത്. ഏറ്റവും വലിയ പാപികൾക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, രക്തം ചിന്തി, കൂടുതൽ സഹിച്ചു, മരിച്ചു. എല്ലാം അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. BA വരെ പഠിക്കുമ്പോൾ ഫ്രാൻസിസ് തോംസന്റെ ദ ഹോണ്ട് ഓഫ് ഹെവൻ എന്ന സ്വർഗത്തിലെ വേട്ടപ്പെട്ടി എന്ന ആ വലിയൊരു തത്വം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിൽ പറയുന്ന കർത്താവിൻ്റെ കരുണ എന്ന് വെച്ചാൽ എന്താ?
നമ്മളെപ്പോഴും കരുണ എന്നൊക്കെ പറയുന്നുണ്ട്. ആ കരുണ എന്ന് വെച്ചാൽ എന്താ? ദൈവം അനുധാവനം ചെയ്യുന്ന പാപി എങ്ങോട്ടൊക്കെ എവിടെയൊക്കെ പോയി ഇറങ്ങിയാലും അവിടെ അവനെ രക്ഷിക്കാൻ വേണ്ടി അവന് പിന്നാലെ പോകുന്നതാണ് കരുണ. ദൈവത്തിൻ്റെ ഒരു മനോഭാവം. നീ എത്ര പാപം ചെയ്ത് നീ എന്നിൽ നിന്ന് എന്തുമാത്രം അകന്നു പോയാലും ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഞാൻ നിന്നോട് ഉണ്ടാകും. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നിന്നെ അനുധാവനം ചെയ്യുന്നു. സ്വർഗത്തിൽ വേട്ടപ്പെട്ടു ദ ഹോണ്ട് ഓഫ് ഹെവൻ. പ്രിയ മക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് നമ്മളെല്ലാവരും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അഥവാ യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായത്തിലെ 1-3 അധ്യായത്തിലെ കാര്യങ്ങളാണ്. നാം പാപം ചെയ്ത പോയാൽ നമുക്ക് വേണ്ടി ഒരു പാപപരിഹാര ബലിയായിട്ട് കർത്താവ് യേശു ക്രിസ്തു ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം. The Lord Jesus Christ, the one who has become instead of us, he died for us. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. പിന്നെ എവിടെയാണോ റോമാക്കാർക്ക് എഴുത്തിൽ 5-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്, എവിടെയാണോ പാപം വർദ്ധിച്ചത് അവിടെ ദൈവത്തിൻ്റെ കരുണ വർദ്ധിച്ചിട്ടുണ്ട്. ആ കരുണയുടെ അടയാളമായിട്ടാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. സിസ്റ്റർമാരുടെ കയ്യിലും കരുണയുടെ ഛായാചിത്രം ഉണ്ടാകേണ്ടതാണ്. സിസ്റ്റർമാരുടെ കയ്യിൽ കൊടുക്കണം. യേശുദാസ്, ഓക്കെ. ഇന്ന് ദൈവകരുണ തിരുനാളാണ്. യേശു 5 കാര്യങ്ങളാണ് വിശുദ്ധ ഫൗസ്റ്റീനയിൽ നിന്ന് ആവശ്യപ്പെട്ടത്. 1, ദൈവകരുണയുടെ ഛായാചിത്രം വരച്ച് നിങ്ങളുടെ കോൺവെന്റിലും ലോകം മുഴുവനും വണങ്ങണം. അത് 2 രേഖകൾ, ഒന്ന് രക്തത്തിൻ്റെയും മറ്റ് ജലത്തിൻ്റെയും. അതിനെക്കുറിച്ച് സിസ്റ്റർ ശ്രുതി ഇവിടെ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. യേശുവിൻ്റെ ഛായാചിത്രം ഒഴുകുന്ന 2 രശ്മികൾ. ഒന്ന് തിരുരക്തം, ചുവപ്പ്, നമുക്ക് നിത്യജീവൻ നൽകുന്ന തിരുരക്തം. ജലം, പരിശുദ്ധാത്മ നൽകുന്നത്, പാപമോചനം നൽകുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹാ നമുക്ക് വേണ്ടി മനുഷ്യനെ അവതരിച്ച് നമുക്ക് വേണ്ടി അവിടെ നിന്ന് കുമ്പസാരുന്ന കൂദാശ, നമ്മൾ പാപത്തിൽ വീട് പോയ പാപത്തിൽ കൂടുതൽ കുമ്പസാരം കൂദാശ വഴി ദൈനംദിനം നമ്മളെ കഴുകണമെന്ന് അവിടെ നിന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും കുമ്പസാരവും മാസത്തിലൊരു കുമ്പസാരമൊക്കെ നാം വയ്ക്കുന്നത്. ഈ ദൈവകരുണയെ കുറിച്ച് സഹോദരിയുടെ കർത്താവ് പറഞ്ഞത്, 1 ഛായാചിത്രം അടങ്ങുക. 2-ാമത്തേത് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുക. ദൈവകരുണയുടെ തിരുനാള് നാം ഇത്തവണ ഇവിടെ വെച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആളുകൾ വന്നാൽ ധാരാളമായി പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ആരംഭിച്ച് നമ്മുടെ ദൈവകരുണ സെന്ററിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ബിഷപ്പ് നിന്ന് സ്വീകരിച്ച ലെറ്റർ പ്രകാരം നമുക്ക് ഈ തവണ വേണ്ട എന്ന് മാറ്റിവെച്ചു. പക്ഷേ എങ്കിലും നമുക്ക് ഈശോ ആവശ്യപ്പെടുന്നത് എന്താണ്? ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണ തിരുനാൾ ആഘോഷിക്കുന്നതിന് ദൈവശാസ്ത്രജ്ഞൻ ഈ ദൈവ തിരുനാൾ ആഘോഷിക്കണം എന്ന് ഈശോ പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടാണ്. എന്താണ് ഈ ദൈവകരുണ തിരുനാളിൽ വരുന്നത്? അത് കുമ്പസാരത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും തിരുനാളാണ്. ദൈവം തന്നെ നമുക്ക് നൽകുന്ന തൻ്റെ തിരുശരീരം നമുക്ക് ഭക്ഷണമായും തൻ്റെ രക്തം നമുക്ക് പാനീയമായി നൽകുന്ന തിരുനാളാണ്. അങ്ങനെ കുമ്പസാരത്തിൻ്റെയും ക്രൈസ്തവ കുർബാന തിരുനാളാണ്. 3-ാമത്തെ ദൈവകരുണയുടെ ജപമാല ചൊല്ലുക. 4 ദൈവകരുണയുടെ 3-ാം മണിക്കൂറിൽ ദൈവകരുണയുടെ ജപമാല ചൊല്ലുക. 5 ദൈവകരുണയുടെ അപ്പോസ്തലന്മാരായി തീരുക. എല്ലായിടത്തും ദൈവകരുണ വ്യാപിപ്പിക്കുന്നതായിട്ട് അപ്പോസ്തലന്മാരായി തീരുക. ദൈവത്തിൻ്റെ അനന്ത കരുണയാണ് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. കാർമലിറ്റ്സ് ഡിവൈൻ മെർസി എന്ന സഭ സ്ഥാപിക്കണമെന്ന് എൻ്റെ കർത്താവിൻ്റെ അനന്ത കരുണയാണ്. ഇവിടെ ഇരിക്കുന്ന ആന്റണി അച്ഛനും ആന്റണിയസ് അച്ഛൻ പുതിയുള്ള ഇടവകാരിയാണ്. ഏറ്റവും മനോഹരമായ ഒരു കോൺഫറൻസുകൾ നടത്തി ജനങ്ങളെല്ലാവരെയും ആഖ്യാനം ചേർന്ന് കൊണ്ടുവന്ന അച്ഛനാണ്. നമ്മളോടുകൂടി എപ്പോഴും ഉണ്ടായിരുന്ന അച്ഛനാണ്. ആ കരുണ എല്ലായിടത്തും വ്യാപിപ്പിക്കണമെന്നുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ദൈവം കരുണയുടെ തിരുനാൾ നമുക്ക് തന്നാണ്. ആ കരുണയുടെ ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചു.
ഇവിടെ കുറച്ചു പേർക്ക് സാധിക്കുകയുള്ളൂ, അവിടെ ധാരാളം പേര് വരുമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ ആക്കിയത്. പക്ഷേ ദൈവം പറഞ്ഞു അത് വേണ്ട. ഇന്ന് ദൈവകരുണയുടെ സാങ്ച്വറിയിൽ തന്നെ ഈ ദൈവത്തിന് ആഘോഷിക്കണം എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ഏറ്റവും വലിയ അപേക്ഷ. ഇവിടെ റോമിൽ നമ്മുടെ കർത്താവിന് ജൂബിലി തുടങ്ങിയ അന്ന് ഡിസംബർ മാസം 8-ാം തീയതി അന്ന് നമ്മൾ പറയുന്ന കുറിച്ചാണ്. ബിഷപ്പ് പൊന്നുമുത്തൻ വരെയുണ്ടായി. ബിഷപ്പ് ജോനസ് ഗുരല്ല ഞങ്ങളുടെ കാർമൽ സഭയിലെ ഒരു വൈദികനാണ്, ഏറ്റവും സുപ്രധാനമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം 2 പ്രാവശ്യം വന്നിരുന്നു. ക്രിസ്മസ് പിതാവ് ഡിസംബർ മാസം 31-ാം തീയതി വന്ന് എല്ലാ സ്ഥലവും ആസ്വദിച്ച് പോവുകയുണ്ടായി. പിന്നെ അതിനുശേഷം ഓരോ തിരുനാളുകളും നടക്കുകയുണ്ടായി. പിന്നെ ഇപ്പോൾ അവസാനമായിട്ട് കന്യകയുടെ തിരുനാള് ഈ ഡിവൈൻ മേഴ്സി സാങ്ച്വറിയിൽ തന്നെ നടത്തണം എന്നുള്ളത് കർത്താവിൻ്റെ തിരികണമായിരുന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ തന്നെ നടക്കുന്നത്. ധാരാളം അച്ഛന്മാർ വരുന്നുണ്ടായിരുന്നു. ഒരു 35 അച്ഛന്മാരും വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവസാനമായിട്ട് അവരെ അറിയിക്കുന്നത് ഇത്തവണ തിരുനാളില്ല. ബിഷപ്പ് പറഞ്ഞിരുന്നു, ഒരച്ഛനെ താക്കീത് ചെയ്തു, ഇനി അച്ഛൻ ഇവിടെ അഥവാ തിരുനാൾ നടത്തി എന്നറിഞ്ഞാൽ ഇനി പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് ഇത്തവണ തിരുനാൾ വേണ്ട എന്ന് പറഞ്ഞു. ബിഷപ്പ് ക്രിസ്താസ് ഉപയോഗിച്ച് പറയാൻ പറഞ്ഞത് ബാഹ്യമായ സെലിബ്രേഷൻസും വേണ്ട എന്ന് പറഞ്ഞുള്ളൂ. ലിറ്റർജിക്കൽ സെലിബ്രേഷൻ യു ക്യാൻ ഹാവ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. വത്സവങ്ങളെ നമ്മളെല്ലാവരും ദൈവകരുണയാൽ നിറഞ്ഞ് യേശുവിൻ്റെ ആ ആറ്റിറ്റ്യൂഡ്, ദൈവത്തിൻ്റെ ആ സ്വഭാവം, ഒരിക്കലും പിരിയാത്ത സ്വഭാവം, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. എന്താണ് എന്ത് പുസ്തകം? വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. നീ എത്ര ഭാവിയായാലും ശരി, നീ എന്തൊക്കെ ചെയ്തു പോയാലും ശരി, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. നിന്നെ അനുധാവനം ചെയ്യുന്നതാണ് കർത്താവിൻ്റെ കരുണ. കർത്താവിൻ്റെ കരുണയെന്ന് വെച്ചാൽ കർത്താവിൻ്റെ സ്വഭാവം, ഒരിക്കലും തിരിയാത്ത സ്നേഹം. ഏത് കഷ്ടപ്പാട്, സങ്കടം, എന്ത് നീച്ച അവസ്ഥയായാലും ശരി, നിന്നെ അനുധാവനം ചെയ്യുന്ന സ്നേഹം. ആ സ്നേഹത്താൽ നമ്മളിന്ന് ഉത്തേജിതരാകട്ടെ, നമ്മളിന്ന് ആ സ്നേഹത്താൽ നമ്മൾ നിറയുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി. അച്ഛന്മാർക്ക് എല്ലാവർക്കും തന്നെ യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും മനോഹരമായ ഒരു സെലിബ്രേഷൻ. കർത്താവ് പറയുന്നത് എൻ്റെ സ്നേഹം എൻ്റെ കരുണ എന്നെ ദഹിപ്പിക്കുന്നു. അത് ദഹിപ്പിക്കും. ആരുടെ ചൊല്ലണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുന്നു. നിനക്ക് എൻ്റെ കരുണ മുഴുവനും നിന്നിലേക്ക് വർഷിക്കുന്നു. വാസ്തവങ്ങളെ നമ്മളുടെ മുന്നിൽ കർത്താവ് God is pouring out His mercy upon us and making us His own. Let us belong to this our Lord Jesus Christ completely and wholeheartedly. Let every cell of ours burn for Him, live for Him. നമ്മുടെ ശരീരത്തിൽ ഓരോ കോശവും ദൈവത്തിന് വേണ്ടി അല്ലാത്തത് ഉണ്ടാകാൻ പാടില്ല. എല്ലാം ദൈവത്തിന് വേണ്ടി ആയിരിക്കട്ടെ. ആയിരിക്കട്ടെ. നമ്മളെ വിളിക്കുമാറാട്ടെ. ആമേൻ. പ്രിയ സഹോദരി, ഒരുക്കത്തോടെ കൊണ്ടാകുക. നമുക്ക് ശ്രമിച്ചേറ്റ് പറയാം. സർവശക്തനായ ദൈവത്തോട് ഇപ്പോൾ തന്നെ ഈ പരിശുദ്ധ പടം ആസ്വദിക്കുന്നതാണ്.